ഏട്ടനെയും എന്നെയും ഒരുപക്ഷെ ഏട്ടന്റെ അമ്മയ്ക്ക് നമ്മളെക്കാളും നന്നായി അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാകും ഏട്ടൻ വരുന്നതിന് മുന്നേ തന്നെ അടുത്ത നാടകവുമായി വന്നത്. നാടകമോ? അതെ ഏട്ടാ, നാടകം. അവളുടെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. അന്ന് അത്രയുമൊക്കെ പറഞ്ഞു വന്നെങ്കിലും പിന്നെയും ഞാൻ ഏട്ടന്റെ പ്രതീക്ഷയിലാണെന്നുള്ള സംശയം ദേവമ്മയിൽ ബാക്കിയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് മനസ്സിൽ വെച്ചിട്ടാകും അമ്മ ഏട്ടൻ എന്നെ കാണാൻ വരുന്നു എന്ന് അറിഞ്ഞതിന് മുന്നേ തന്നെ എന്റെ അടുക്കിലേക്ക് എത്തിയത്. പക്ഷെ ഞാൻ പൊട്ടി. അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പിന്നെയും പോയി. അമ്മമ്മയുടെയും അയാളുടെയും അമ്മയുടെയും ഒക്കെ വൃത്തികെട്ട വർത്തമാനം കേട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഷോള് ഉത്തരത്തിൽ തൂക്കുന്ന നേരത്താണ് പുറത്ത് അമ്മയുടെ ശബ്ദം കേൾക്കുന്നത്. നീ മരിക്കാൻ നോക്കിയോ? അവന്റെ ശബ്ദം ഉയർന്നു. ഒന്നല്ല, ഒരുപാട് തവണ. അവന്റെ ശബ്ദം ഉയർന്നെങ്കിലും അവൾ വളരെ പതിയെയാണ് മറുപടി കൊടുത്തത്. ദേഷ്യത്തിൽ വംശി അവളിൽ നിന്നും കൈവിട്ടു. അതറിഞ്ഞതുപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അന്നത്തെ എന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അന്നും ഇന്നും നീ എന്നെ ഓർത്തില്ലല്ലോ ധാത്രി. അവന്റെ ശബ്ദത്തിൽ അത്രയധികം വിങ്ങലുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും ഏട്ടനെ ഞാൻ മറന്നിട്ടില്ല. നെടുവീർപ്പിൽ അവളുടെ ഹൃദയം ഒന്ന് പിടച്ചു. ഇന്നലെ അവൾ പറയുന്നത് കേട്ട് അവളെ അടർത്തി മാറ്റാൻ കഴിയാതെ, ചേർത്ത് പിടിക്കാൻ കഴിയാതെ വംശി അങ്ങനെ തന്നെ ഇരുന്നു. പുറത്ത് ദേവമ്മയുടെ ശബ്ദം കേട്ട് കഴുത്തിലിട്ട കുരുക്കഴിച്ചു മാറ്റി അന്ന് ഞാൻ ഓടിപ്പോയി അമ്മയുടെ നെഞ്ചിലേക്കാണ് വീണത്. അമ്മ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട്. പക്ഷെ അവരെന്നെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. ആദ്യമായി എനിക്കവർ വൈകുണ്ഠത്തിലെ പരമേശ്വരന്റെ ഭാരതി ദേവകി വർമ്മയായി തോന്നി. അമ്മയെന്ന് ഒന്നുകൂടെ വിളിച്ചതും മേലിൽ തന്നെ അങ്ങനെ വിളിക്കരുതെന്നും പറഞ്ഞാണ് അവർ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. ഒപ്പം അന്ന് പറഞ്ഞതുപോലെ അന്തസ്സും ആഭിജാത്യവും എല്ലാം അവരുടെ വാക്കുകളിൽ പലപ്പോഴും വന്നുപോയി. പക്ഷെ അപ്പോഴേക്കും അവരെന്ന് ശ്രദ്ധിച്ചു. അത്രയും സ്നേഹത്തോടെ അവരെന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു എന്നെന്നെ ബോധ്യപ്പെടുത്താൻ. ആ ചിന്തയോടെ ഞാൻ അവരെ സ്നേഹിക്കുന്നതിന്റെ പ്രത്യുപകാരം പോലെ മകനിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി. ഇത്രയും കാലം അവരെന്നെ ആ വീട്ടിൽ താമസിപ്പിച്ചതിന്, ആഹാരം തന്നതിന്, കോളേജിൽ വിട്ടെന്നെ പഠിപ്പിച്ചതിന്, സ്നേഹത്തിന്, അങ്ങനെ എനിക്ക് എന്തൊക്കെ അവർ തന്നു അതിനൊക്കെ പകരമായി അവരവരുടെ മോനെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതിനും അവര് പറഞ്ഞത് അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ്. എന്താ അല്ലേ സ്നേഹം? അവരുടെ ആകെയുള്ള മകന് അവന്റെ സ്റ്റാറ്റസും വൈകുണ്ഠം കുടുംബവുമായി ചേർന്നു പോകുന്ന ഒരു പെണ്ണിനെയാണെന്ന് പോലും അവർക്ക് ആവശ്യം. അങ്ങനെ ഒരു പെണ്ണിനെ ഏട്ടന്റെ അച്ഛനും അമ്മയും പോയി കണ്ടുപിടിച്ച് ഏട്ടന്റെ കല്യാണം അവർ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. അത് കഴിഞ്ഞപ്പോഴായിരുന്നു അടുത്ത വിലപേശൽ. ദേവമ്മ ഞാൻ മനസ്സ് തട്ടി അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നത് പോലും. അതും ഏട്ടന്റെ അമ്മയുടെയും അച്ഛനെയും മോശക്കാരാക്കാതെ തന്നെ. കാരണം എന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതിന്റെയൊക്കെ 1000 ഇരട്ടി മുകളിലല്ലേ അവരുടെ മകൻ. അപ്പൊ പിന്നെ രാജകുമാരനെ പോലുള്ള അവരുടെ മകന് തൃണത്തിന് താഴെയുള്ള ഞാനെങ്ങനെ ശരിയാകും? അപ്പോഴും ഞാൻ എന്റെ സ്നേഹം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. പക്ഷെ ഏട്ടന്റെ അമ്മയ്ക്ക് അതൊക്കെ എന്റെ അഭിനയമായിട്ടാണ് തോന്നിയത്. കൂടാതെ ഞാൻ ഇനി അധികമൊന്നും പറയാതിരിക്കാൻ അവർ തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു കുപ്പി എന്റെ മുന്നിലേക്ക് നീട്ടി കാണിച്ചു. മുന്നിലേക്ക് നീട്ടിയ ആ കുപ്പി കണ്ട് ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അതൊരു വിഷക്കുപ്പിയാണെന്നും ഞാൻ ഏട്ടനെ മറക്കാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ ആ നിമിഷം അത് കുടിച്ച് അവരെന്റെ മുന്നിൽ വെച്ച് മരിക്കുമെന്ന് കേട്ടതും ഞാൻ തകർന്നുപോയി. എന്നെ പോലൊരു പെൺകുട്ടി അവരുടെ മകന്റെ കൈപിടിച്ച് വൈകുണ്ഠം തറവാട്ടിലേക്ക് വരുന്നത് കാണുന്നതിലും ഭേദം അവർക്ക് മരിക്കുന്നതാണെന്ന് പോലും. സത്യം പറയാലോ, അന്ന് വരെ ഞാൻ കണ്ടൊരു സ്ത്രീ ആയിരുന്നില്ല അവരാ നിമിഷം. ഒപ്പം ഞാൻ ഇനിയും വാശി കാണിച്ചാൽ അവരുടെ ഭർത്താവ് സ്വന്തം മകനെയും എന്റെ അമ്മമ്മയും കൂടി കൊല്ലുമെന്ന് കേട്ടതും ഞാൻ ഭയന്നുപോയി. ഇതെല്ലാം കേട്ടതും അവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് കുറച്ചു മുന്നേ താൻ കുരുക്കിട്ട് ആ കുരുക്കിലേക്ക് കയറി നിന്നു അമ്മമ്മ. അങ്ങനെ എന്നെ തോൽപ്പിക്കാനുള്ളവരുടെ എണ്ണം ഓരോ നിമിഷവും കൂടി. അവസാനം ഏതോ ഒരുത്തിനു വേണ്ടി ഇത്രയും കാലം നോക്കിയ അമ്മമ്മയെ പോലും കൊന്നു തിന്നുമോന്നുള്ള അമ്മയുടെ നാടകം തുടങ്ങി ഇപ്പുറത്ത്. ആകെ തകർന്നുപോയി ഞാൻ. ശരിയും തെറ്റുമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്രയും മനസ്സ് പതറിപ്പോയി. ഏട്ടന്റെ അച്ഛന്റെ ഇഷ്ടമില്ലാതെ നമ്മുടെ കല്യാണം നടത്തിയാൽ ഏട്ടനെ അയാൾ ഈ നിമിഷം കൊല്ലുമെന്ന് പറഞ്ഞ് ദേവമ്മ എന്റെ കാലിൽ വീണതും എന്റെ തകർച്ച പൂർണ്ണമായി. ആ സമയത്താണ് ഏട്ടൻ കയറി വരുന്നത്. പിന്നെ അവിടെ നടന്നത് അതുവരെ നടന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ആ വണ്ടിയുടെ ഇരപ്പ് കേൾക്കുന്നതിന് ഒരു നിമിഷം മുന്നേ വരെ
മകന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി എന്നോട് മത്സരിച്ചിരുന്നവർ ഏട്ടനെ കണ്ടതും ഏട്ടന്റെ ജീവിതത്തിന് വേണ്ടി എന്റെ കാല് പിടിക്കുന്നത് എന്ന് പറഞ്ഞ് മകന്റെ മുന്നിൽ അവർ നല്ല അമ്മയായി നാടകം തുടങ്ങി. പിന്നുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ അറിയാമല്ലോ. അവര് പറഞ്ഞതും ചെയ്തതും കാണിച്ചു കൂട്ടിയതും എല്ലാം. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ സ്വരം പതറിയില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഒപ്പം നിൽക്കുമെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേടി? ഇതൊക്കെ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോഴും അവന്റെ സ്വരമിടറി ദേഷ്യം പുറത്തു വന്നു. എങ്ങനെ പറയും? മുന്നിൽ വിഷക്കുപ്പിയുമായി ഞാൻ ഹൃദയം തുറന്ന് അമ്മ എന്ന് വിളിച്ചവർ. അവർക്ക് എന്തെങ്കിലും വന്നാൽ ആ നിമിഷം ഉത്തരത്തിൽ തൂങ്ങുമെന്ന് പറഞ്ഞ് അമ്മമ്മ. ഇതിനെല്ലാം ഉപരി ഞാൻ സമ്മതം പറഞ്ഞാൽ മകനാണെന്ന് പോലും നോക്കാതെ ഏട്ടനെ തീർത്തു കളയുമെന്ന് പറയുന്നൊരു അച്ഛൻ. എങ്ങനെ ഞാൻ പറയണമായിരുന്നു? അവന്റെ ശബ്ദത്തിന് മുകളിൽ അലറിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യത്തിൽ വംശി അന്ന് ആദ്യമായി പകച്ചു നിന്നു. ദേഷ്യം കൊണ്ട് ആകമാനം ഒരു അഗ്നികുണ്ഡം പോലെ അവൾ ജ്വലിച്ചു. അവളുടെ സന്തോഷവും സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആദ്യമാണ്. പകപ്പോടെ അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായി. ആദ്യമായി കാണുകയായിരുന്നു അവളിലെ ഈ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ വംശി ആ മുഖത്തേക്ക് നോക്കി നിന്നു. അല്പനേരം മുന്നേ വരെ തന്റെ നെഞ്ചിൽ ചാരിയിരുന്ന സങ്കടം പറഞ്ഞവൾ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് തന്നെ പിന്നിലേക്ക് തള്ളിയിട്ട് കട്ടിൽ നിന്നും നിലത്തേക്കിറങ്ങി വിരൽ ചൂണ്ടി നിൽക്കുന്നത്. ധാത്രി, അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ വിളിച്ചെങ്കിലും പെണ്ണ് ദേഷ്യത്തോടെ നോക്കി പിന്നിലേക്ക് നടന്നതേയുള്ളൂ. തൊടാൻ സമ്മതിക്കില്ല എന്ന പോലെ. നിങ്ങൾക്കറിയോ, ഓരോ നിമിഷവും നിങ്ങളെപ്പറ്റി എല്ലാവരും പറഞ്ഞ് എന്നെ 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 തീർക്കുകയായിരുന്നു. ഇന്ന് വരെ വിച്ചേട്ടാന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്നവൾ ഇപ്പോ നിങ്ങളെന്ന് വിളിക്കുന്ന കേട്ടതും വംശിയുടെ മുഖം മാറി. സ്നേഹം കാണിച്ചു പറ്റിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മമ്മയും മുന്നിലുണ്ടായിരുന്നു. സ്വയം പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ധാത്രി, ഞാൻ പറയുന്ന കേൾക്ക്. മലക്കം മറിഞ്ഞു പോകുന്നവളുടെ കണ്ണുകൾ അവനെ ഭയപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, ഇയാൾ പറഞ്ഞിട്ട് പോയില്ലേ സത്യം കണ്ടുപിടിച്ച് തിരിച്ചു വരുമെന്ന്? അങ്ങനെ വരാതിരിക്കാൻ നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് ആ പരമേശ്വരൻ എന്റെ വീട്ടിൽ വിളിച്ചായിരുന്നു. അവളുടെ രൂപവും ഭാവവും മാറി. നിങ്ങളുടെ അച്ഛനോട് കാശ് ചോദിച്ചുകൊണ്ട് ഞാൻ അയാളെ വിളിക്കുന്ന പോലെ എന്റെ അമ്മയുടെ ഭർത്താവ് എന്തോ എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ചെയ്യിക്കാൻ വേണ്ടി അമ്മമ്മ ഉത്തരത്തിൽ തൂങ്ങാൻ നിന്നു. പിന്നെയും ഉണ്ടായിരുന്നു പുതിയ കലാപരിപാടികൾ. നിങ്ങളുടെ വണ്ടിയുടെ പുറകെ പോകുന്ന ഏതോ ഒരു ലോറിയുടെ ഫോട്ടോ. അത് നിങ്ങളുടെ അച്ഛൻ അയച്ചു കൊടുത്തത് എന്റെ അമ്മയുടെ ഭർത്താവെന്ന് പറയുന്ന അയാൾ എന്നെ കാണിച്ചു തന്നു. എപ്പോഴെങ്കിലും എനിക്ക് വാക്കുമാറ്റാൻ തോന്നിയാൽ മകനാണെന്ന് ഓർക്കാതെ അയാൾ നിങ്ങളെ തീർക്കും എന്നെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള പുതിയ പുതിയ ഭീഷണികൾ. കണ്ണൊന്ന് അടയ്ക്കാൻ പോലും ഞാൻ ഭയന്ന നേരങ്ങൾ. കാരണം ഒന്ന് മയങ്ങിപ്പോയാൽ പോലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രൂപമാണ്. എങ്ങനെയുണ്ടായിരിക്കും എന്റെ അപ്പോഴത്തെ അവസ്ഥ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ സമയം ഭ്രാന്ത് പിടിക്കില്ലേ? അറിയാത്തവർ ചതിച്ചാൽ വേദനിക്കില്ല. പക്ഷെ എല്ലാം അറിയുന്നവർ നമ്മളെ ചതിച്ചാലോ? തകർന്നു പോകില്ലേ? പോകില്ലേന്ന് വിഭ്രാന്തി പോലെ അവൾ അവന്റെ കോളറിൽ പിടിച്ചു കുലുക്കി. വംശിക്ക് അവളുടെ ദേഷ്യവും പറച്ചിലും ഭാവവും ഒക്കെ മറ്റാരെയോ പോലെ തോന്നി. അവൾ സ്വബോധം നഷ്ടപ്പെട്ടെന്ന പോലെ ഓർമ്മയിൽ ജീവിക്കുകയാണെന്ന് തോന്നിയതും വംശി പെണ്ണിനെ പിടിച്ചൊന്ന് കുലുക്കി. ധാത്രി, നോക്കെന്നെ. എടി മോളെ. അവരെന്നെ മുറിയിൽ പൂട്ടിയിട്ടു. അപ്പോഴേക്കും അവന് വിളിക്കുന്നതൊന്നും അവൾ കേൾക്കാത്ത പോലെയായിരുന്നു അവളുടെ ആ മാനസികാവസ്ഥ. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചെല്ലില്ലെന്ന് വാക്ക് പറഞ്ഞിട്ടും അയാൾ നിങ്ങളെ തീർത്തു കളയുമെന്ന് പറഞ്ഞു. കൊന്നു. രാത്രിയായപ്പോൾ ഞാൻ കേട്ടു അവരെല്ലാരും കൂടി നിങ്ങളെ കൊന്നൂന്ന്. വിശ്വസിച്ചില്ല ഞാൻ. ഒരച്ഛനും മകനെ കൊല്ലാൻ പറ്റുമോ? നിങ്ങളുടെ തകർന്ന വണ്ടിയുടെ ഫോട്ടോ കണ്ടിട്ടും ഞാൻ വിശ്വസിച്ചില്ല. എന്റെ വിച്ചേട്ടൻ അങ്ങനെ മരിക്കാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? എന്നെ കൂട്ടാതെ പോകുമോ? പിച്ചും പേയും പറയും പോലെ അവളിലാകെ ഒരു മൂടാപ്പ് നിറഞ്ഞു. ധാത്രി, മതി സംസാരിച്ചത്. നിർത്തിക്കേ. നമുക്കിതിനെപ്പറ്റി സംസാരിക്കണ്ട. അവളെ കണ്ടവന് പേടിയാവാൻ തുടങ്ങി. വേണം, എനിക്ക് പറയണം. എന്റെ വിച്ചേട്ടൻ മരിച്ചു പോയതിനെ പറ്റി എനിക്ക് പറയണം. ധാത്രി മോളെ. വിച്ചേട്ടൻ മരിച്ചുപോയെന്ന് എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അവസാനം ഞാൻ നിങ്ങളുടെ അമ്മയെ വിളിച്ചു. എടുത്തില്ല. അമ്മമ്മയുടെ ഫോണിൽ നിങ്ങളുടെ അച്ഛനെ വിളിച്ചു. എടുത്തില്ല. പിന്നെയും പിന്നെയും 1000 തവണ വിളിച്ചു. ഭ്രാന്തിയെ പോലെ അവൾ ആ കസേര തള്ളിയിട്ടു. അവസാനം അയാൾ എടുത്തു കേട്ടോ. കരഞ്ഞുകൊണ്ടുള്ള എന്റെ ചോദ്യത്തിന് അയാൾ പറഞ്ഞു നിങ്ങൾ മരിച്ചുവെന്ന്. അലറിക്കൊണ്ടുള്ള അവളുടെ പറച്ചിലിൽ വംശി ഞെട്ടി. പക്ഷെ ഞാൻ കേട്ടില്ല. എനിക്കറിയാം വിച്ചേട്ടൻ മരിക്കില്ലെന്ന്. അപ്പോഴാണ് അയാൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഫോൺ കൊടുത്തത്.
അവളൊന്ന് നിർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ അവരോട് ഏട്ടനെ പറ്റി ചോദിച്ചു. അപ്പോ നിങ്ങളുടെ അമ്മയും പറഞ്ഞു നിങ്ങളും മരിച്ചുവെന്ന്. ഞാൻ കാരണം നിങ്ങളും മരിച്ചുവെന്ന്. ഞാനാ നിങ്ങളെ കൊന്നേന്ന്. ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും അവൾ അലറി. ഞാൻ മരിച്ചെന്ന് അമ്മ തന്നെ പറഞ്ഞെന്നോ? വിശ്വസിക്കാൻ പറ്റാത്ത പോലെ വംശി ഞെട്ടിപ്പോയി. ഞാൻ കൊന്നു, വിച്ചേട്ടനെ ഞാൻ കൊന്നു. പാവ എന്റെ വിച്ചേട്ടൻ, ഞാനാ കൊന്നേ. ഇരു കൈകളും ഭിത്തിയിലേക്ക് വീണ്ടും വീണ്ടും അടിച്ചവൾ അലറിക്കരഞ്ഞു. ധാത്രി, മോളെ വേണ്ടടി. ഒരു ഭ്രാന്തിയെ പോലെ അവിടെ ആകെയുള്ള സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ച് നിലത്തിട്ട് അവൾ പിന്നെയും പിന്നെയും അലറിയതും വംശി പൂർണ്ണമായി തകർന്നു. ഇതേ സമയം ഉത്തരയുടെ വായിൽ നിന്നും അവൾ ഭ്രാന്തിയാണെന്നറിഞ്ഞ ഷോക്കിൽ അങ്ങനെയേ നിൽക്കുകയായിരുന്നു അഗ്നിയും പാർത്ഥനും. ആ നേരത്താണ് അകത്തുനിന്നുള്ള ഈ ബഹളങ്ങളൊക്കെ അവര് മൂന്നുപേരും കേൾക്കുന്നത്. പെട്ടെന്ന് രണ്ടു പേർക്ക് മുന്നേ ഉത്തര ഓടിപ്പോയി ആ വാതിലിൽ ആഞ്ഞടിച്ചു. സിദ്ധി, വംശിയുടെ വാതിൽ തുറക്ക്. വംശി, എടാ എന്താ അവിടെ? വാതിൽ തുറക്കടാ. അവൾക്ക് പിന്നാലെ എത്തിയവരും ഡോറിൽ ആഞ്ഞു തട്ടി. പാർത്ഥേട്ടാ, എന്തെങ്കിലും ചെയ്. അഗ്നിയേട്ടാ, അവൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. പഴയതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഏത് നിമിഷവും അവൾ അന്നത്തെ പോലെ ആകാം. ഈ ഒരു അവസ്ഥയിൽ അവളുടെ BP ഷൂട്ടായാൽ? ഉത്തര പറയുന്നതൊക്കെ അഗ്നിയിൽ വല്ലാത്ത ഭയം ജനിപ്പിച്ചു. ഇതേ സമയം അകത്ത് സിദ്ധി ഏതാണ്ട് പൂർണ്ണമായും ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാൻ എന്റെ വിജയേട്ടനെ കൊന്നു. ബാക്കി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവൾ കുഴഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. ICUവിന്റെ മുന്നിൽ നിൽക്കുന്നതിന് ജീവനുണ്ടെന്ന് പോലും അറിയാതെ തോന്നി ഉത്തരയ്ക്കും പാർത്ഥനും. അവളെ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ നേരം ഡോക്ടേഴ്സിനൊപ്പം അകത്ത് കയറിയതാണ് അഗ്നിയും. നേരം കഴിയുന്തോറും ഉത്തരയ്ക്കും പാർത്ഥനും വല്ലാത്ത ഭയം തോന്നി. ആകെ തകർന്നിരിക്കുന്നതിന്റെ അടുത്തേക്ക് പാർത്ഥൻ ചെന്നിരുന്നു. വംശി, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചതെല്ലാം അവളായിരുന്നു അല്ലേടാ? നിറഞ്ഞ കണ്ണുകളെ ഒഴുകാൻ വിട്ടുകൊണ്ടുള്ള വംശിയുടെ ചോദ്യത്തിൽ പാർത്ഥൻ അവന്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. ഞാൻ മരിച്ചെന്ന് എന്റെ അമ്മ അവളോട് പറഞ്ഞെന്നടാ. ഏതെങ്കിലും അമ്മമാർ അങ്ങനെ പറയുവോ? അവർക്ക് എങ്ങനെ തോന്നിയടാ സ്വന്തം മകൻ മരിച്ചു എന്ന് പറയാൻ? പാവം ഒരു പെണ്ണ് എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല വംശി. അതാകും പാവം ഭ്രാന്തിയായത്. പാർത്ഥന്റെ ആ പറച്ചിൽ കേട്ടതും വംശി ഞെട്ടി അവനെ നോക്കി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തര പറഞ്ഞതെല്ലാം പാർത്ഥൻ അങ്ങനെ ഒരു അവസരത്തിലും അവനോട് പറഞ്ഞു. അറിയാം തകർന്നു നിൽക്കുന്നവനാണെന്ന്. പക്ഷെ ചിലതൊക്കെ ചില നേരങ്ങളിൽ തന്നെ അറിയണം. എന്നാലേ ഹൃദയം അതെല്ലാം ഓർത്തു വെക്കൂ. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് അഗ്നി പുറത്തേക്ക് ഇറങ്ങി വന്നത്. മറ്റെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും അവനടുത്തേക്ക് ചെന്നു. ധാത്രി, അവളിപ്പോൾ സ്റ്റേബിളായി വരുന്നു. പക്ഷെ കുഞ്ഞ്. അവനൊന്ന് നിർത്തി. കുഞ്ഞ്? വംശിയുടെ ശബ്ദം വിറച്ചു. ഇവിടെ കൊണ്ടുവരുമ്പോഴേ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നടാ. ഒപ്പം BPയും വല്ലാതെ ഷൂട്ടായി പോയി. രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സർവം നഷ്ടപ്പെട്ടവനെ പോലെ വംശി നിലത്തേക്ക് മുട്ടുകുട്ടിയിരുന്നു പോയി. വംശി, ഡാ. അവർ രണ്ടുപേരും കൂടി അവനെ താങ്ങി പിടിച്ചു. അവൾ അറിഞ്ഞോ? ഇല്ല, സെഡീഷനിലാണ്. അവൾ അറിയുമ്പോൾ ഇതെങ്ങനെ സഹിക്കും? പാർത്ഥൻ തലയ്ക്ക് കൈയും കൊടുത്ത് വംശിയെ നോക്കി. അവൾ സഹിച്ചുകൊള്ളും. നിങ്ങളിപ്പോ അവളുടെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വലിഞ്ഞു മുറുകിയ മുഖവുമായി ഉത്തര വംശിയുടെ തൊട്ടടുത്ത് വന്നിരുന്നതും മൂന്നുപേരും അവളെ പകപ്പോടെ നോക്കി. കാരണം സിദ്ധിയെ പറ്റിയുള്ള ടെൻഷൻ അല്ലാതെ ആ കുഞ്ഞു പോയതിന്റെ ഒരു വിഷമവും അവർക്ക് കാണാൻ പറ്റിയില്ല. ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പാടില്ലെന്നറിയാം, എന്നിട്ടും ചോദിച്ചു പോവുകയാ. കടുത്ത മുഖവുമായി അഗ്നി ഉത്തരയ്ക്ക് മുന്നിലേക്ക് ചെന്നു. ആരാ സിദ്ധിയുടെ കുട്ടിയുടെ അച്ഛൻ? അവൾ ഒരു നെടുവീർപ്പോടെ അവരെയെല്ലാം നോക്കി. അവസാനം നോട്ടം വംശിയിലെത്തിയത് അവൾ പതിയെ പറഞ്ഞു. അവൾ ഒരു അതിജീവിതയാണ്. സിദ്ധിക്ക് ബോധം വീണിട്ടുണ്ട്. നീ കയറി കാണുന്നില്ലേ വംശി? അടുത്തു വന്ന് തോളിൽ പിടിച്ചുകൊണ്ടുള്ള അഗ്നിയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൻ എഴുന്നേറ്റു. ഡോക്ടർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല. കുഞ്ഞു പോയെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഷോക്കാണോന്നറിയില്ല. എന്തായാലും നീ അവളോടൊന്ന് സംസാരിക്കാൻ നോക്ക്. കാരണം അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.